മുകേഷ് ഏട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം മുഴുക്ക കൊല്ലം മുഴുക്ക വിശേഷത്തിലേക്കാണ്. ഇപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അപ്പോ 2008 കലോത്സവത്തിന് ഒരു നടനായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ ഒരു ജനപ്രതിനിധി കൂടിയാണ് കലോത്സവ വേദികളിൽ. അപ്പോ ഒരു മാറ്റം എങ്ങനെയാണ്? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘാടകൻ കൂടിയാണല്ലോ. ഇപ്പോ സംഘാടകനാണ്, വർക്കിംഗ് ചെയർമാനാണ്. ഇത് ഇവിടെ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് കൊല്ലമാണ് നമ്മളെ ഇപ്രാവശ്യത്തെ വേദി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് കൊല്ലം ഇങ്ങനെ സ്പോട്ടാകാൻ പോവുകയാണ്, ലോകം മുഴുവൻ കൊല്ലത്തേക്ക് വരാൻ പോവുകയാണ്. അവിടെ അപ്പോഴൊക്കെ സംഘാടക മികവും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ള ഗംഭീരമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഈ 24 വേദികളാണ്. 24 വേദികളിൽ 24 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നടക്കുന്നു. കേരളത്തിലുടനീളമുള്ള കുട്ടികൾ ഇവിടെ വരുന്നു. അപ്പം എൻ്റെ ആശങ്ക മുഴുവൻ ഇവിടെ ഓഡിയൻസ് ഉണ്ടാകുമോ? ഇപ്പം വേദി നമ്പർ 1 ONV സ്മൃതി വേദിയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വേദിയാണ്. അപ്പോൾ അത് നിറയുമോ? ഇവരെല്ലാവരും രാവിലെ മുതൽ പാതിരാത്രി വരെ പരിപാടിയുണ്ട്. ഇവർ അതിനകത്തുള്ള എത്ര ശതമാനം വരുമെന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ സമയം മുതൽ ഇതുവരെ ഒരു വേദിയിലും ഒരു സീറ്റ് കിട്ടാനില്ല. ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ നാടകം നടക്കുന്ന സ്ഥലം അവിടെ ചെന്ന് നാടകം കണ്ടുകൊണ്ടിരുന്നപ്പം പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇനി ഈ വെന്യൂ മാറ്റാൻ പറ്റില്ലല്ലേ? ഞാൻ ചോദിച്ചു, ഇത് നല്ല വെന്യൂ അല്ലേ? സോപാനം തിയേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ നാടകങ്ങളും നടക്കുന്ന അല്ല, ഒരുപാട് പേർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കാണാമല്ലോ. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, വന്ന് കുറേ പേര് പുറത്ത് പോയി സീറ്റ് കിട്ടാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞു, അതും എല്ലാവരുടെ പറഞ്ഞേരെ. നിറഞ്ഞ് കവിഞ്ഞ സദസ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ലക്ഷ്യം. മുകേഷ് ഏട്ടാ, ഇപ്പൊ കൊല്ലംകാർക്ക് മുകേഷ് ഏട്ടൻ ഒരു MLA ആണിപ്പോ. ഇപ്പോൾ കേരളത്തിനും നല്ലൊരു ജനപ്രതിനിധിയൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മുകേഷ് ഏട്ടൻ നല്ല മികച്ച നടനാണ്. ഞങ്ങളെ ചിന്തിപ്പിച്ച, ചിരിപ്പിച്ച, കരയിപ്പിച്ച ഒക്കെ മികച്ച നടനാണ് മുകേഷ് ഏട്ടൻ. അപ്പോൾ ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ കലോത്സവം ഇങ്ങനെ അരങ്ങേറുമ്പോൾ, ഈ പൊടി പൊടിക്കുമ്പോൾ നാടക കുടുംബത്തിൽ നിന്നാണ് വരവ് കാര്യങ്ങളൊക്കെ. നാടകം കാണാൻ പറ്റിയോ? നാടകം കണ്ടു. ആദ്യത്തെ ദിവസം സംസ്കൃത നാടകം കണ്ടു. അവിടെ ഒരു വലിയ സത്യമാണ് എല്ലാവർക്കും മനസ്സിലായത്. കാര്യം സംസ്കൃതം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണല്ലോ. അപ്പം സംസ്കൃത നാടകം എത്രമാത്രം നമുക്ക് ആസ്വാദ്യകരമാകും. ശരിക്കും ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു പോയി. കാര്യം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഷയല്ല, കലയാണ്. അവരുടെ ആ എക്സ്പ്രഷനാണ്. അവർ പറയുന്നത് സന്തോഷവും സ്നേഹവും ദുഃഖവും ഒക്കെ ആ ഡയലോഗ് നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഭാവങ്ങളാണ്. പിന്നീട് മലയാള നാടകം വന്നപ്പോൾ ഇന്നലെ ഞാൻ തന്നെ അസൂയപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ആ കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആരെങ്കിലും ഒരാൾ മോശം പറയുന്നില്ല. ആ നാടകത്തിന് ആവശ്യമായ പ്രോപ്പർട്ടീസ് അത് തിരിച്ചും മറിച്ചും വെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സെറ്റുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയും അതിൻ്റെ സംവിധായകൻ്റെയൊക്കെ ഒരു ബ്രില്യൻസ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നാടക മത്സരങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ അലൻസിയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ നാടകക്കാരൊക്കെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കണ്ടു പഠിക്കണം, അത്രത്തോളം ഗംഭീരമാണെന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അപ്പോൾ മുകേഷ് ഏട്ടാ, ഈ ഒരുപാട് കലോത്സവ ഓർമ്മകൾ ഒക്കെ ഉണ്ട്. മിമിക്രി ആയിരുന്നു മെയിൻ താരം. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോയാൽ എങ്ങനെയാണ് മുകേഷ് ഏട്ടൻ്റെ ഒരു കലോത്സവ ഓർമ്മ കാര്യങ്ങളൊക്കെ? അല്ല, എൻ്റെ പെട്ടെന്നുള്ള വരുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് 82 എനിക്ക് മിമിക്രിക്ക് 1ാം സമ്മാനം ലഭിച്ചു ഒരു കലോത്സവത്തിൽ. അത് കൊല്ലത്ത് വെച്ചായിരുന്നു. കൊല്ലം SN കോളേജിൽ ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു അതിൻ്റെ വേദി. അപ്പോൾ ആദ്യം ഇതറിഞ്ഞപ്പോൾ നമ്മുടെ പഠിച്ച കോളേജിൽ വെച്ച് തന്നെ മത്സരം നടക്കുന്നു, കൊല്ലത്ത് നടക്കുന്നു എന്ന് പറഞ്ഞപ്പം പെട്ടെന്നൊരു ഭയങ്കര സന്തോഷവും ഒരു ആത്മവിശ്വാസമൊക്കെ വന്നു. ഇത് നമുക്ക് ഒരു സുവർണാവസരമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് അതിനകത്തുള്ള ഭയങ്കരമായ ഒരു അപകടം നമുക്ക് ബോധ്യപ്പെട്ടത്. അതായത് അന്ന് കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ താരമാണ്. ഒരുപാട് ബുക്കിങ്ങുകളുണ്ട് പല അമ്പലങ്ങളിലും, പള്ളികളിലും, ഫൈൻ ആർട്സ് സൊസൈറ്റികളിലും, സംഘടനകളിലുമൊക്കെ ഞാൻ പൈസ മേടിച്ച്, വലിയ എമൗണ്ടൊന്നുമില്ല, ചെറിയ പൈസ മേടിച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മിമിക്രിക്ക് പോയി. എല്ലാവരും നമ്മുടെ മിമിക്രി വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരം നമ്മുടെ നാട്ടിൽ വന്ന് സമ്മാനം കിട്ടിയില്ലെങ്കിലോ
കൊല്ലംകാരാണ് നല്ല അറിയാമല്ലോ അവർ പറയും. ഇവൻ ഇവിടെ കിടന്നിങ്ങനെ ഷൈൻ ചെയ്യുന്നതല്ലാതെ ശരിക്കുള്ള ആൾക്കാർ വന്നപ്പോൾ നമ്മുടെ പയ്യൻ പോയി. പിന്നീട് ദൈവമേ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ പെർഫോമൻസ് കുറെ കൂടെ ഓരോ നിമിഷവും. അപ്പൊ അവിടെ സമ്മാനം ലഭിച്ചു. അപ്പൊ ആളുകളെല്ലാം തിരിഞ്ഞു. അത് പിന്നെ നമുക്കറിഞ്ഞൂടെ, ഇവനല്ലാതെ. അപ്പൊ അത് നാച്ചുറലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറെ ദിവസങ്ങള് ഭയങ്കര ആശങ്കയും ഉത്കണ്ഠയും ഭയവും ഒക്കെ ആയിട്ട് നിന്നു. പിന്നെ കൊല്ലത്ത് നിൽക്കാൻ പറ്റത്തില്ല. തോറ്റു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ, നമ്മളെക്കാട്ടും ജൂനിയർ ആയിട്ടുള്ള കുട്ടികളുടെ കയ്യിലായിരിക്കും നമ്മൾ അടികൊള്ളുന്നത്. അപ്പൊ അതും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്തുള്ള സംഘർഷങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പം അതെല്ലാം തമാശയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നടേ എന്നൊക്കെ ചിരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഈ മത്സര വേദികളിലെല്ലാം പോകുമ്പോൾ ഞാനൊരു മത്സരാർത്ഥിയായിരുന്നു കുറേ കൊല്ലങ്ങൾ. അപ്പോൾ എനിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്, നെഞ്ചിടിപ്പ്. എല്ലാ വേദികളിലും. കാര്യം ഈ പങ്കെടുക്കുന്ന നൂറുകണക്കിന് കുട്ടികളുടെ നെഞ്ചിടിപ്പ് ഇനി എത്ര പെർഫെക്റ്റായിട്ട് റിഹേഴ്സൽ ചെയ്ത് വെച്ചതാണെങ്കിലും ലൈവാണിത്. നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നതല്ലല്ലോ. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ലൈറ്റിൻ്റെ മിസ്റ്റേക്ക്, ഒരു സൗണ്ടിൻ്റെ മിസ്റ്റേക്ക്, അവിടെ അതിൻ്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ബഹളം. അപ്പോൾ ഇന്നലെ നാടക മത്സരം നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഓഡിയൻസിനെയും ബോധവൽക്കരിക്കുക കണ്ടതായിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് നാടകം നടക്കുന്നു, നമ്മളെല്ലാം ലയിച്ചിരിക്കുന്നു. ബാക്കിൽ അതെ 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 പറയൂ, ഞാനിവിടെ നാടകം. ഫോൺ വിളി. ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു നടക്കത്തില്ല കേട്ടോ. കുട്ടികൾ ആകെ കൂടെ ബേജാറായി നിൽക്കുന്നു. ഓ സോറി എന്ന് പറഞ്ഞ് വെച്ചില്ലായിരുന്നെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരാളായിരുന്നെങ്കിൽ അതെല്ലാം ബാധിക്കും. അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി അവരുടെ പെർഫോമൻസ് പുറത്തെടുക്കാൻ ബാധ്യസ്ഥരാണ് കൊല്ലംകാർ. അപ്പൊ കൊല്ലം കണ്ടവനെല്ലാം വേണ്ടെന്ന് പറയുന്നതൊക്കെ സത്യമാണ്.